ടൈമായിരിക്കും. അതെ, പാരച്യൂട്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്നു. അതാ കാഴ്ച, തത്സമയ കാഴ്ചകളാണ് കാണുന്നത്. നമ്മൾ ഇതിനു മുമ്പും ഇതേപോലെയുള്ള കാഴ്ചകൾ കണ്ടിട്ടുള്ളതാണ്. അതാ പാരച്യൂട്ടുകൾ തുറക്കുന്നതിനുള്ള നടപടികളിലേക്ക് എത്തുകയാണ്. 57-ന്, അതായത് ഇനി ഏതാനും സെക്കൻഡുകളേ ഉള്ളൂ പാരച്യൂട്ടുകൾ തുറക്കും. അത് കൃത്യമായി തന്നെ നാസ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ കാലാവസ്ഥ അനുകൂലമാണ്, യാതൊരുവിധ പ്രതിസന്ധികളും ഇല്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ആക്സിയം 4 മിഷന്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ശുഭാംശു ശുക്ലയും സംഘവും ഇതാ പറന്നിറങ്ങാൻ പോകുന്നു. പാരച്യൂട്ടുകൾ തുറക്കുന്നു എന്നുള്ള വിവരമാണ് ഏറ്റവും പുതിയതായി വരുന്നത്. ആക്സിയം 4 ദൗത്യ സംഘത്തിൽ നിന്നും വരുന്ന വിവരങ്ങൾ നമുക്ക് തത്സമയ ദൃശ്യങ്ങൾ കാണാം. അതിൽ നിർണായകമാണ് ഓരോ ഘട്ടവും. ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥ, അവിടെ പേടകത്തിനകത്ത് നിന്ന് പുറത്തേക്ക് കാണിക്കുന്ന ദൃശ്യങ്ങളിലും പസഫിക് സമുദ്രത്തിന് മുകളിൽ തൊട്ടുമുകളിൽ ഇതാ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. സ്പ്ലാഷ് ഡൗൺ സൈറ്റിന് തൊട്ടുമുകളിൽ ഇതാ പേടകം എത്തിയിരിക്കുന്നു. ഇതുവരെ ഈ പേടകത്തിന് ചുറ്റും ഒരു പ്ലാസ്മ പാളി സൃഷ്ടിക്കപ്പെടും എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? അതാണ് ഇതിൽ ഈ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോൾ വായുവുമായി ഘർഷണം സംഭവിച്ച് കത്തിപ്പോവാതിരിക്കാൻ അല്ലെങ്കിൽ അപകടങ്ങൾ സംഭവിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും ഉണ്ടായിരുന്നു. ആ ഘട്ടമൊക്കെ ഇപ്പോൾ സുഗമമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ കത്തുന്ന പോലുള്ള കാഴ്ച 6 മിനിറ്റ് വരെ, 2 മുതൽ 6 മിനിറ്റ് വരെ നീണ്ടു നിൽക്കുമെന്നാണ് പറയുന്നത്. അതൊരു കാഴ്ചയാണ്. അതാണ് ഏറ്റവും ആദ്യ പാരച്യൂട്ടുകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. വിനിത, ആദ്യ പാരച്യൂട്ടുകൾ തുറന്നിരിക്കുന്നു. കൃത്യം 2:57 പാരച്യൂട്ടുകൾ തുറങ്ങി. ഇതാ സുഗമമായി പതിച്ചുകൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ പ്രധാന പാരച്യൂട്ട് ഇനി 2 പാരച്യൂട്ടുകൾ ഉണ്ട്. അതുകൂടി തുറന്നു കഴിഞ്ഞാൽ പിന്നെ വേഗം കുറയ്ക്കും. വളരെ സാവധാനം, ഒരു തരത്തിലും ഘർഷണത്തിന് ഇടവരുത്താതെ നമ്മൾ സാധാരണയായി മനുഷ്യരൊക്കെ പാരച്യൂട്ടിൽ പറന്നിറങ്ങുന്ന അതേ വേഗത്തിലാണ് ഈ പേടകം പസഫിക് സമുദ്രത്തിൽ പതിക്കാൻ പോകുന്നത്. ആ സ്പ്ലാഷ് ഡൗൺ എന്ന് പറയുന്നത് ഇനി 2 മിനിറ്റിൽ താഴെ സമയം മാത്രമാണുള്ളത്. ഇതാ പ്രധാന പാരച്യൂട്ടുകൾ 2ഉം തുറന്നു കഴിഞ്ഞു. എന്ത് മനോഹരമാണ് കാഴ്ച എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആകാശത്ത് ഒരു മുത്തുക്കുട നിവർത്തിയതുപോലെ വെളുത്ത മുത്തുകുടകൾ ആ 4 പാരച്യൂട്ടുകൾ വേഗം കുറച്ച് താഴേക്ക് വരികയാണ്. 4 പാരച്യൂട്ടുകളും തുറന്നിരിക്കുന്നു. പേടകത്തിനകത്തു നിന്ന് നമുക്ക് കാണാം 4 പാരച്യൂട്ടുകൾ ഇതാ തുറന്നു. ഇതാ മനോഹരമായി ആ കാഴ്ച നമുക്ക് കാണാം. ഭൂമിയിലേക്ക് എത്തുകയാണ് വിനീത. അവർ ഭൂമിയിലേക്ക് എത്തുന്നു. 2 മുതൽ 6 മിനിറ്റ് വരെ നീണ്ടു നിൽക്കുന്ന ഈ പ്രതിഭാസം, ഈ സമയം ആശയവിനിമയ സംവിധാനം ഒന്നുമില്ല. മിഷൻ കൺട്രോളുമായുള്ള ഈ യാത്രികരുടെ താൽക്കാലികമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. 2 മിനിറ്റിന് ശേഷം അവർ ആ ഭൂമിയിലേക്ക് എത്തുകയാണ്. പിന്നീട് ജനാലകൾ കത്തുന്ന പോലുള്ള അനുഭവം എന്ന് ചില യാത്രികർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ശുഭാംശുവിന്റെ അനുഭവം എന്താണെന്ന് നമുക്ക് അല്പം കഴിഞ്ഞ് കേൾക്കുകയും ചെയ്യാമല്ലോ. അതാണ് ഏതായാലും വളരെ പോസിറ്റീവാണ് എല്ലാ കാര്യങ്ങളും. ഇതാ സെക്കൻഡുകൾ ടൈമിംഗ് ഉണ്ട്. 2 മിനിറ്റ് മാത്രമേ ഉള്ളൂ. 4 പാരച്യൂട്ടുകളും ഇതാ മുത്തുകുടകൾ നിവർന്നതുപോലെ തന്നെ ഇതാ അവസാന മിനിറ്റിലേക്ക് എത്തുന്നു. ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപെട്ടിട്ട് 22 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അല്പസമയത്തിനകം 1 മിനിറ്റിനകം തന്നെ സ്പ്ലാഷ് ഡൗൺ നടക്കാൻ പോകുന്നു. ഗ്രേസ് പേടകം കാലിഫോർണിയയിലേക്ക് കാൽ തൊടാൻ പോവുകയാണ്. വിനിത, സാവധാനം ഇതാ പറന്നിറങ്ങുന്നു. സുജയ നോക്കൂ, ഒരു വജ്രത്തുണ്ടിനെ 4 കൂണുകൾ പറിച്ചെടുക്കുന്ന പോലെ, അല്ലെങ്കിൽ അത്തരത്തിൽ നമുക്ക് വർണ്ണിക്കാവുന്ന രീതിയിൽ മനോഹരമായ ഒരു കാഴ്ച. 4 പാരച്യൂട്ടുകളും വഹിച്ചുകൊണ്ട് 4 3:01 പറഞ്ഞ സമയം കൃത്യം 3:01 പ്രതീക്ഷിക്കാമോ? അതാണ് കൗണ്ട് ഡൗൺ അവസാനിപ്പിച്ചു കഴിഞ്ഞു. ഇനി ആ സമയമാണ് സ്മൃതി. ചിലപ്പോൾ ഏതാനും സെക്കൻഡുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം. അതുകൊണ്ടാണ് അവർ കൗണ്ട് ഡൗൺ അവസാനിപ്പിച്ചിരിക്കുന്നത്. സാവധാനം പറന്നിറങ്ങുകയാണ്. അതിന്റെ വേഗം പരമാവധി നിയന്ത്രിച്ചുകൊണ്ട് ഒരു തരത്തിലും പ്രശ്നങ്ങളില്ലാതെ ഏറെ ആശ്വാസകരം തന്നെയാണ്. ഇനി നമുക്കത് വിജയകരം എന്ന് തന്നെ പറയാം. ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. ആക്സിയം 4 ദൗത്യം എന്നതാണ്. ഇനി ഒരു തരത്തിലുള്ള ഒരു അപകടത്തിനുള്ള സാധ്യതയുമില്ല. ഏറ്റവും വിജയകരമായി ശുഭാംശു ശുക്ലയും സംഘവും ഇതാ ഭൂമിയിലേക്ക് തിരിച്ച് പറന്നിറങ്ങിയിരിക്കുകയാണ്. ആക്സിയം 4 ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. അഭിമാനകരമായ നിമിഷമാണ്. ശുഭാംശു, പെഗ്ഗി വിറ്റ്സൺ, സ്ലാവോക് ഉസ്നാൻസ്കി, ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കാപ്പു എന്നിവർ ഇതാ മേഘപാളികൾക്കിടയിലൂടെ ഊർന്നിറങ്ങുകയാണ് പാരച്യൂട്ട്. ആ പേടകം ഇതാ ഗ്രേസ് പേടകം തൊട്ടുമുകളിൽ എത്തിയിരിക്കുന്നു. സ്പ്ലാഷ് ലാൻഡിംഗ് സൈറ്റിന്റെ തൊട്ടുമുകളിൽ എത്തിയിരിക്കുന്നു. ഇനി ഇതാ നമുക്ക് വേണമെങ്കിൽ സെക്കൻഡുകൾ എണ്ണാം. സെക്കൻഡുകൾക്കപ്പുറം ഈ പേടകം പസഫിക് സമുദ്രത്തിൽ പതിക്കാൻ പോവുകയാണ്. അവിടെ ഇതാ റെസ്ക്യൂ കപ്പലുകൾ എത്തിയിട്ടുണ്ട്. റിക്കവറി കപ്പൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതിന് തൊട്ടടുത്തായി ഇതാ പറന്നിറങ്ങുന്നതിന്റെ ആ പച്ച വെളിച്ചം നമ്മൾ കാണുന്നത്. പറന്നിറങ്ങുകയാണ്, പസഫിക് സമുദ്രത്തിലേക്ക് കാൽ തൊടുകയാണ് ഗ്രേസ് പേടകം. അതാണ് പസഫിക് സമുദ്രത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. കടലൊക്കെ ശാന്തമായി തന്നെ നിൽക്കുന്നു. കാലാവസ്ഥ തൊട്ടില്ല എന്ന മട്ടിൽ വിനിത, റിക്കവറി ഷിപ്പിൽ നിന്നുള്ള വെളിച്ചം നമുക്ക് കാണാം. തൊട്ടില്ല എന്ന മട്ടിൽ വന്നിറങ്ങുകയാണ്.
അതെ, ആക്സിയം 4 ദൗത്യം വിജയകരം സുജയ. ശുഭാംശു സംഘവും ഇതാ എത്തിയിരിക്കുന്നു, സ്പ്ലാഷ് ഡൗൺ ചെയ്യുകയാണ്.